അപ്പൊ എല്ലാവർക്കും പുതിയൊരു കേരള ലോട്ടറി ഗസ്സിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രിക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് 9ന്റെ ഒരു ട്രിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ 7ന്റെ ഒരു ട്രിക്ക് പറഞ്ഞതിന് ശേഷം അതിൽ ഒരുപാട് പ്രൈസുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 7ന്റേതായിട്ടുള്ള ഗുണിതങ്ങളും അതുപോലെ അതിൽ ഇരട്ട നമ്പറുകൾ കൂട്ടി 2, 4, 6, 8 വരെ കൂട്ടി കുറച്ച് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ എഴുതി വെച്ചിട്ട് ഓരോരോ കോളത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ പ്രൈസുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കോളത്തിൽ അടിച്ചാൽ നെക്സ്റ്റ് വേറെ ഏതോ ഒരു കോളത്തിലാണ് അടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കോളത്തിൽ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു കോളത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ വേറൊരു കോളത്തിലാണ് പ്രൈസ് ലിസ്റ്റിൽ പിന്നെ വരുന്നത്. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തെളിവ് സഹിതം ഓരോരോ കോളത്തിൽ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. അല്ലാതെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് കണ്ടതിന് ശേഷം എനിക്കൊന്നും മനസ്സിലായില്ല, അത് ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ട്രിക്ക് പരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയിരുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ട്രിക്ക് പറഞ്ഞു തരുന്നത് ലോട്ടറി എടുത്ത് കാശ് കളയാനല്ല, ലോട്ടറി എടുക്കുന്നതിനൊരു പരിധി നമ്മൾ ആക്കണം. ഒരുപാട് 10 ടിക്കറ്റും 15 ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ സമയം കളയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്പർ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ലോട്ടറി എടുക്കാനാണ്. അതായത് ലോട്ടറി ഒരുപാട് എടുക്കാതെ നമ്മൾ കളയുന്ന സമയത്തിന്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുക. നമ്മൾ കുത്തിരുന്ന് നോക്കുമ്പോൾ നമ്മുടെ സമയം പോകാറില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്പറിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ആ നമ്പറിൽ കണ്ടാൽ മാത്രമേ നമ്മൾ ലോട്ടറി എടുക്കാനും തോന്നുള്ളൂ. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ കേരള ലോട്ടറി ട്രിക്കുകൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മുഴുവനായിട്ടും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ലോട്ടറി ആ കാണുന്ന നമ്പറുകളിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ എടുത്ത് കാശ് കളയരുത്. ഇതാണ് നമ്മൾ ഈ ലോട്ടറി ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പണിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1-ാം തരം സിമെന്റ് പണിക്കാരാണ്, പണിക്ക് പോകുന്നുണ്ട്, പണിയുണ്ട്, ലീവ് കിട്ടുമ്പോൾ ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ശനിയാഴ്ച വൈകുന്നേരമൊക്കെ രാത്രി 12 മണി 1 മണിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുത്തിരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരാണ്. ഓക്കെ, അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. നമ്മളിതിൽ തെളിവ് സഹിതം ഏതാ എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു 7ന്റേതായിട്ടുള്ള ആ ഒരു ടെക്നിക്ക് 1 മുതൽ ഈ സമയം വരെ നിങ്ങൾ അതിനെ മാത്രം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, ആ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലോട്ടറി എടുക്കണോ വേണോ വേണ്ട, അല്ലെങ്കിൽ എടുക്കണോ ഏത് നമ്പർ എടുക്കാം എങ്ങനെ എടുക്കാം ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു 7ന്റേതായിട്ടുള്ള ഇപ്പൊ പറഞ്ഞിട്ടുള്ള ട്രിക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നതും ഈ ഒരു ഇതിൽ തന്നെയാണ്. അതായത് 7ന്റെ ഗുണിതങ്ങളിൽ പെട്ടിട്ടുള്ള നമ്പറും 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളുടെ ബ്ലോക്കുകളും അങ്ങനെ ഒരുപാട് പ്രൈസുകൾ വരുന്നുണ്ട്. അതായത് ഇത് 58 10ന്റെ ബ്ലോക്ക് ആണെങ്കിൽ ഒരു 58 13 2 69 30ന്റെ ബ്ലോക്ക് ആണെങ്കിൽ ഇവിടെ 69 30ന്റെ ബ്ലോക്ക്. ഇങ്ങനെ ഈ ബ്ലോക്കുകളിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഐഡിയകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 2 നമ്പറുകൾ തമ്മിൽ അങ്ങനെ എടുക്കാൻ പറ്റും, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഇതിലിപ്പോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കാണുന്നതൊക്കെ 7ന്റെ ഗുണിതമാണ്. 7 14 21 28 35 ഇങ്ങനെ 7ന്റെ ഗുണിതങ്ങളാണ് മുകളിൽ കാണുന്ന നമ്പറുകൾ. ഇതിന് താഴെ കാണുന്ന നമ്പറുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ 28 എന്ന് പറഞ്ഞാൽ 28ന്റെ കൂടെ ഒരു 2 കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. അപ്പൊ കൂട്ടിയത് എത്രയാണ്? 2 ആണ്. അപ്പൊ 2ന്റെ പകുതി ഒരു 1 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 301 എന്ന് പറഞ്ഞ ഒരു നമ്പർ കിട്ടും. ഈ 301 എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ നമുക്ക് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. അപ്പൊ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ കണ്ടെത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ 2, 4, 6, 8 കൂട്ടിയിട്ട് ഈ കൂട്ടുന്നതിന്റെ പകുതിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 6ആണ്. 28ന്റെ കൂടെ 6 കൂട്ടിയിട്ടുണ്ട്. 6ന്റെ പകുതി ഒരു 3 ആണ്. അത് ഞാൻ ഇവിടെ ഇട്ടു. അപ്പൊ നമുക്ക് 343 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. ഈ 343നെ നമുക്ക് 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. അപ്പൊ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ അങ്ങനെയാണ് കണ്ടെത്തുക. അപ്പൊ അങ്ങനെ കണ്ടെത്തിയ നമ്പറുകൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ച നമ്പറുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ 36 40ന്റെ ഒരു ബ്ലോക്ക് അടിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ വിചാരിക്കില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്താ സംഭവം ചെയ്തേ ഇവിടെ 36 43 അടിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ബ്ലോക്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ബ്ലോക്കുകൾ ഇപ്പൊ പ്രൈസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇത് ഏത് കോളത്തിലാണ് വരുന്നത്? അതായത് 36 43 ഈ ഒരു കോളത്തിലാണ്. നെക്സ്റ്റ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ വേണ്ട, ആ 36 43 ശേഷം 58 13. അതായത് നമ്മള് ഈ ഒരു കോളത്തിൽ നിന്ന് പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ്, അതായത് 28 കഴിഞ്ഞാൽ 35
42, 49, 56 ഈ ഒരു കോളത്തിലാണ് 58, 10 ബ്ലോക്ക് അടിച്ചിട്ടുള്ളത്. അതുപോലെ 58 അതേ ബ്ലോക്കിൽ തന്നെയാണ് 60, 23. ആ ഒരു 58 ബ്ലോക്കിൽ തന്നെയാണ് 56 ഈ ഒരു ബ്ലോക്ക് ഈ ഒരു കോളത്തിലാണ് 60, 23 അടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു കോളത്തിൽ അടിച്ചാൽ പിന്നെ വേറെ ഏതോ ഒരു കോളത്തിനാണ് അടിക്കുന്നത്. എവിടെയാണ് അടിക്കുന്നത് എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും? കറക്റ്റ് ആയിട്ട് നമുക്കൊരു കോളത്തിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത കോളത്തിൽ നമുക്ക് ഏതിലാണ് അടി വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറാണ്. അതായത് 7, 14, 21 ഇവിടുന്ന് പോകുന്നുണ്ട്. 7, 14, 21, 28 ഇങ്ങനെ പോകുന്ന നമ്പറുകൾ നമ്മൾ എഴുതിയിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ശരിക്കും നോക്കിയത്. അപ്പൊ അതിൽ കാണിച്ചു തരാം. 7, 14, 21, 28, 35 ഇങ്ങനെ എഴുതി 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകൾ ഞാൻ 98 വരെ എഴുതിയിട്ടുള്ളൂ. കാരണം അതിന്റെ ഐഡിയ നോക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ 98 വരെ ഞാൻ എഴുതിയതിന് ശേഷം ഞാനൊന്ന് നോക്കി ഒരു ക്രമപ്രകാരമായിട്ട് ഒരു കോളത്തിൽ വന്നാൽ നെക്സ്റ്റ് ഏത് കോളത്തിലേക്കാണ് കിടക്കുന്നത് പ്രൈസ് എന്ന് നമ്മൾ നോക്കിയപ്പോൾ അതെങ്ങനെയാ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ നമ്പറുകളും തമ്മിൽ ഞാൻ കൂട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇത്. അതായത് 7 ഇവിടെ കൂട്ടാനില്ല, അപ്പോൾ ഇവിടെ 7 തന്നെയാണ്. 14, 4, 1, 5 ഇവിടെ ഇട്ടു. 21, 2, 1, 3 ഞാൻ ഇവിടെ ഇട്ടു. 28, 8, 2, 10 അതായത് 1 35, 5, 3, 8 ഇങ്ങനെ മൊത്തം ടോട്ടലായിട്ട് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ ഇതില് ക്രമപ്രകാരമായിട്ടുള്ള ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്യണം. എങ്ങനെയാ? ഇവിടെ 1 ഏതാന്ന് നോക്കി ഒന്നാമത് കിടക്കുന്നത് അതായത് 7ന്റെ ഗുണിതങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മൊത്തത്തിൽ ഇങ്ങനെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ് 28. കണ്ടല്ലോ, അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അപ്പോ ഇവിടെ 1 എന്നുള്ളത് ഇതാണ്, അതായത് ഒന്നാമത്തെ 28 രണ്ടാമത്തെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 കിട്ടുന്നത് 56. മനസ്സിലായല്ലോ? 56 അതായത് 28ന്റെ ഒരു കോളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 56ലേക്കാണ്. അതാണ് ഞാൻ നോട്ട് ചെയ്തത്. ഇവിടെ 36, 43 അടിച്ചത് 28ന്റെ കോളത്തിലാണ്. 36, 43 28ന്റെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കോളത്തിലാണ് അടിച്ചതെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കാണിക്കുന്നത് 56. അതായത് 6, 5, 11, 1, 2 കണ്ടല്ലോ. അപ്പൊ എന്തായാലും 56ന്റെ ഒരു കോളത്തിലാണ് അടി വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ 36, 43 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ആ 3 58, 13 അല്ലെങ്കിൽ 58, 12, 60, 23, 60, 24 ഇങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് കോളങ്ങൾ തമ്മിൽ ഇത്രയും വ്യത്യാസത്തിൽ അടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിറ്റേ ദിവസം 60, 23 ഇവിടെ അടിക്കുകയും ചെയ്തു. അതിന്റെയും പിറ്റേ ദിവസം ഇവിടെ 58, 13 ലാസ്റ്റ് 3 ഇവിടെ അടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. അതുപോലെ നമുക്ക് നോക്കി നോക്കാം. അതായത് രണ്ടാമത്തെ കോളം ഇതാണ്. ഇനി നെക്സ്റ്റ് 3, ഇതിൽ 3 വരുന്നത് എവിടെയാ? ഇവിടെയാണ്. അതായത് 2 ചാൻസ് ഉണ്ട്. അതായത് 84ന്റെ ഒരു കോളവും 3 വരുന്നത് ഇവിടെ 84ന്റെ ഒരു കോളവും 21ന്റെ ഒരു കോളവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 21ന്റെ ഒരു കോളം എന്ന് പറയുന്നത് ഇതാണ്. കണ്ടല്ലോ, 21ന്റെ ഒരു കോളം. ഇതിൽ നമുക്ക് നോക്കാം 23, 10ന്റെ ബ്ലോക്ക്. ഇത് കണ്ടില്ലേ? 23, 10ന്റെ ബ്ലോക്ക്. 23, 10 അവിടെ അടിച്ചിട്ടുണ്ട്. ഈ 0 തന്നെയാണ് നമുക്ക് വീണ്ടും 84ന്റെ കോളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 84ന്റെ കോളം കണ്ടില്ലേ? ഇവിടെ 86, 10, 12, 88, 20, 22 ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 24, 90, 30, 36 ഇങ്ങനെയൊക്കെ ഈ ഒരു കോളത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം ഇവിടെ അടിച്ചൊരു നമ്പർ എന്ന് പറയുന്നത് 86, 10. അതായത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഈ 2, 3ന്റെ കോളം കണ്ടല്ലോ. 21ന്റെ കോളത്തിലും 84ന്റെ കോളത്തിലാണ് 23, 10 അടിച്ചിട്ടുണ്ട്. 86, 10 അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇങ്ങനെയാണ് സംഭവം. ഇനി വേറെ ഒരെണ്ണം കാണിച്ചുതരാം. ഇവിടെ നോക്കുക നിങ്ങൾ 69, 39 അടിച്ചൊരു നമ്പറാണ്. ഈ 69, 39 അടിച്ചിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾ 63ന്റെ ഒരു കോളത്തിലാണ്. അപ്പൊ 63 എന്ന് പറയുന്നത് ഇതിവിടെ കണ്ടില്ലേ? 63 എന്ന് പറയുന്നത് ഒരു 9. അപ്പൊ 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 ഏതാണ്? 28ന്റെ ഒരു കോളാണ്. അല്ലാന്നുണ്ടെങ്കിൽ 91ന്റെ ഒരു കോളാണ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ 28ന്റെ കോളത്തിൽ തന്നെ നോക്കുക നിങ്ങൾ 69, 39, 63 3ന്റെ കോളത്തിൽ അടിച്ചിട്ടുണ്ട്. 69. വീണ്ടും 28ന്റെ കോളം, 10ന്റെ കോളം, അതായത് 10ാമത്തെ നമ്പർ. ഇതില് 34, 39 അടിച്ചിട്ടുള്ളത്. 69, 39 നെക്സ്റ്റ് 34, 39 6, 3, 9 അതായത് 60. ഈ ഒരു കോളത്തിൽ അടിച്ചാൽ നെക്സ്റ്റ് 10 കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ 28 മാത്രമേ ഉള്ളൂ. 28ഉം
അതുപോലെ നമുക്ക് 91ന്റെ കോളത്തിലും പോയി നോക്കാം. 91ന്റെ കോളത്തിൽ നോക്കാം. അപ്പൊ ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ 34, 39 നിങ്ങൾ കണ്ടതല്ലേ. ഇനി നമുക്ക് 91ന്റെ ഒരു കോളത്തിൽ പോവുകയാണെങ്കിലും ഈ കാണുന്ന ബ്ലോക്കുകളിലാവും മിക്കപ്പോഴും അടി വരിക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോരോ കോളങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കോളത്തിൽ അടിച്ചിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. 93, 10, 19, 95, 20, അതായത് എത്രയാണ് അടിച്ചത്? 9 അടിച്ചത്. അപ്പൊ 93, 19 അല്ലെങ്കിൽ 12, 95, 29 അല്ലെങ്കിൽ 24, 97, 39 അല്ലെങ്കിൽ 36, 99, 49 അല്ലെങ്കിൽ 48, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ 91ന്റെ കോളത്തിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്രമപ്രകാരമായിട്ടുള്ള ഒരു ഇത് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 9 കഴിഞ്ഞു, 10ലേക്ക് എത്തി, 11ന്റെ വീണ്ടും ഈ കോളത്തിലെത്തി, 12 വരികയാണെങ്കിൽ ഇത് വീണ്ടും 84ന്റെ കോളത്തിലേക്കാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ 13, 49ന്റെ കോളത്തിലേക്ക് പിന്നെയാണ് അടി വരുന്നത്. കണ്ട, 13, 49ന്റെ കോളത്തിലേക്ക് അടി വരുന്നത് പിന്നെ ആയിരിക്കും. അതായത് 51, 10ന്റെ ബ്ലോക്ക്, 53, 20ന്റെ ബ്ലോക്ക്, 55, 30ന്റെ ബ്ലോക്ക്, 57, 40ന്റെ ബ്ലോക്ക്. ഈ ബ്ലോക്കുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലോക്കുകൾ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെയാണ് സംഭവം. അതിനുശേഷം പിന്നെ 13 കഴിഞ്ഞാൽ പിന്നെ 14, പിന്നെ 14 വരുന്നത് ഇതണ്ട, ഇവിടെയാണ് 14 വരുന്നത്. അപ്പൊ 77ന്റെ കോളത്തിലേക്ക് ആയിരിക്കും. 77ന്റെ കോളം, അതായത് ഈ ഒരു കോളം കഴിഞ്ഞാൽ നേരിട്ട് 77ന്റെ കോളത്തിലേക്കാണ് നമ്മൾ കറക്കുന്നത്. ഇതിലേക്ക് 79, 10ന്റെ ബ്ലോക്ക്, 81, 20ന്റെ ബ്ലോക്ക്, 83, 30ന്റെ ബ്ലോക്ക്, 85, 40ന്റെ ബ്ലോക്കിലേക്കാണ് പിന്നീട് അടി വരുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോരോ കോളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രൈസ് വരുന്നുണ്ട്, എവിടുന്നാണെന്ന് മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. നിങ്ങളൊന്ന് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആയിട്ട് നോക്കി നോക്ക്. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം പിടിയിട്ടും. നമ്മളിപ്പോ ഇതിൽ മാത്രമല്ലല്ലോ, നമ്മൾ ഇങ്ങോട്ടും പോകണമല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതേപ്പോ എന്താ, ഇപ്പോ 105ന്റെ കോളത്തിൽ അടിച്ചിട്ടുള്ളത് 1092. അങ്ങനെ നോക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം. 105ന്റെ കോളത്തിൽ അടിച്ചിട്ടുള്ള നമ്പർ ഇതല്ലേ, ഇങ്ങനെയുള്ള കറക്റ്റ് നമ്പർ വേണ്ട, 1092. ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 105, അതായത് 6ആണ്. നെക്സ്റ്റ് 7, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകളിൽ 7 കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ഏതാ നോക്കുക അല്ലെ. ഇവിടെ 6ആണെങ്കിൽ നെക്സ്റ്റ് 7ന്റെ ഒരു കോളം ഏതാ നോക്കുക. ഇതാണ് 7ന്റെ കോളം അല്ലെ. അപ്പൊ ഇതേണ്ട 6ഉം 1ഉം 7, വേറെ ഒന്നും 7ന്റെ കോളമല്ല. അപ്പൊ ഇതില് 1350ന്റെ ബ്ലോക്ക്, 1370ന്റെ ബ്ലോക്ക്, 1390 ബ്ലോക്ക്, ഇങ്ങനെയുള്ള ഈ ബ്ലോക്കുകളാണ് പിന്നീട് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 1092 അടിച്ചതിന് ശേഷം ആ കോളത്തിലുള്ള ഏതെങ്കിലും വന്നെന്ന് തോന്നും. ഇതേണ്ട 1092 അടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ പിറ്റേ ദിവസം കണ്ട 1373. അതായത് ഈ കോളത്തിൽ നിന്ന് നേരിട്ട് ഈ കോളത്തിലേക്കാണ് ചാടിയിട്ടുള്ളത്. 1373 അടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, 1373 അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഓരോരോ കോളത്തിൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്തായാലും 1370ന്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്, 14ന്റെ ബ്ലോക്ക്. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതേ കിടക്കണം 5110. 5110 കിടക്കണണ്ട. നമ്മളത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കണ്ട. അപ്പൊ ഇത് ഇന്നലെ നോക്കി എഴുതി വെച്ചാണ്, പക്ഷെ അതൊക്കെ അടിച്ചു പോയി. ഇനി അത് നോക്കണ്ട, ഇതേ കിടക്കണം 5110. അതെങ്ങനെയാ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ 49ന്റെ ഒരു കോളത്തിലാണ് പ്രൈസ് വരും നമ്മൾ പറഞ്ഞില്ലേ. ആ 5110 അവിടെ അടിച്ചു പോയത് 49ന്റെ ആ കോളത്തില്. അപ്പൊ അത് ഞാൻ അങ്ങനെ നോക്കിയിട്ട് എഴുതി വെച്ചാണ്. 5113 അല്ലെങ്കിൽ 10 അങ്ങനെയൊക്കെ എഴുതി വെച്ചാണ് അത്, പക്ഷെ അത് അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെ കണ്ടെടുക്കുക. അപ്പൊ 5110 ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ 5110 എന്ന് പറയുന്നത് 49, അതായത് 9ഉം 4ഉം 13. 14ന്റെ ഒരു കോളം ഏതാണ്? 14 എന്ന് പറയുന്നത് ഇതാണ്, 7 14. അപ്പൊ ഈ കോളത്തിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. 79 10, 81 20, 83 30, 85 40 ഒക്കെ കണ്ടാൽ നമുക്ക് എടുക്കാം. അത് മാത്രമല്ല നമുക്ക് വേറെ രീതിയിൽ നമുക്കിത് കണ്ടെത്താൻ പറ്റും. അത് ഞാനിവിടെ 98 വരെ എഴുതി വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോരോ നമ്പറുകൾ കൂട്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. വീണ്ടും ഇത് എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അതായത് ഇപ്പൊ 98 കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ എഴുതിയുണ്ടല്ലോ, കണ്ടില്ലേ, 8ഉം 9ഉം 6ഉം 15. അതായത് ഇതൊരു 15ന്റെ നമ്പറാണ്. നെക്സ്റ്റ് നമുക്കൊരു 16 വരുന്ന കോളത്തിലേക്ക് ആയിരിക്കാം അല്ലെ. ഇതൊരു 15ന്റെ നമ്പർ ആണെങ്കിൽ ഒരു 16 വരുന്ന കോളം ഏതാണെന്ന് നോക്കാം. മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതാണ് അല്ല, 9, 1, 10, 16. അതായത് ഈ ഒരു കോളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ
17 പൂജ്യത്തിന്റെ ബ്ലോക്കോ 17 20ന്റെ ബ്ലോക്കോ 17 40ന്റെ ബ്ലോക്കോ 17 60ന്റെ ബ്ലോക്കോ ഒക്കെ അടി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ കോളത്തിലെ നമ്പറുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 19 80ന്റെ ബ്ലോക്കോ 2000ന്റെ ബ്ലോക്ക് 20 20ന്റെ ബ്ലോക്ക് 20 40ന്റെ ബ്ലോക്ക് വേഗം എടുക്കണം. 20 20ന്റെ ബ്ലോക്ക് കണ്ടല്ലോ. 20 20ന്റെ ബ്ലോക്ക് 2000ത്തിന്റെ ബ്ലോക്ക് ആണെങ്കിൽ 2004 2002 പിന്നെ 19 80ന്റെ ബ്ലോക്ക് വേഗം എടുക്കണം. 19 89 അപ്പോ 19 80 19 87 അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മള് ഇത് 9 9 16 അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടുന്ന് 17 കൂട്ടുന്ന ഒരു ബ്ലോക്കിലുള്ള ഈ ഇങ്ങനത്തെ 4 നമ്പറുകൾ പ്രൈസിൽ വരും. 17 കൂട്ടിയാൽ കിട്ടണം. ഇത് 9 9 16 ആണെങ്കിൽ 17 കിട്ടുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കേസാണ്. 9 ഇതല്ല 12 ഇതല്ല കണ്ടാ. അപ്പൊ നമ്മൾ ഇത്രയും നീങ്ങി പോണം. 8 2 10 17 കണ്ടാ. ഫസ്റ്റ് തന്നെ കിട്ടി നമുക്ക്. അതായത് 28 90ന്റെ ബ്ലോക്ക് 29 10ന്റെ ബ്ലോക്ക് 29 30ന്റെ ബ്ലോക്ക് 29 50ന്റെ ബ്ലോക്ക് ഈ ബ്ലോക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഇതിലാണ് പ്രൈസ് വരുന്നത്. അതെങ്ങനെയാ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചിട്ടുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക. അതായത് 19 80 ഏതൊക്കെ നമ്പറുകൾ അടിച്ചിട്ടുണ്ടോ ലാസ്റ്റ് 80 87 89 ഒക്കെ വന്നിട്ടില്ലേ, അതുപോലെ 2002 2004 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും 29 12 29 14 ഒക്കെ നമുക്ക് കണ്ടാലെടുക്കാം. അതുപോലെ 28 19 80 ലാസ്റ്റ് നമ്പർ ഏതൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഈ ലാസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. ഇവിടെ വന്ന് എൻ്റെ റിസൾട്ട് ഇപ്പൊ ഇതുവരെ ഉള്ളതുകൊണ്ടാണ് പറയണത്. 28 90 അതേ കിടക്കുന്നു. 28 90 കറക്റ്റായി വന്നു പോയത് കണ്ട. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് കണ്ടില്ലേ. കറക്റ്റ് ആയിട്ട് ആ 17ന്റെ ആ ഒരു ബ്ലോക്കിൽ വന്നിട്ട് 28 90 ഇതേ കിടക്കണം. ഇനി നമുക്ക് നോക്കാം 29 10ന്റെ ബ്ലോക്ക് ഉണ്ടാവും. 29 ഇതേ കിടന്നു 29 10. അപ്പോ നമ്മൾ ഇതുപോലെ കണ്ടെത്തുന്ന കേസുള്ളൂ, സിമ്പിൾ കേസാണ്. ഇനി നമുക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കോളങ്ങളിൽ ഏത് കോളത്തിലാണ് പ്രൈസ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നോക്കിയാൽ മതി. ഇനി 29 30 29 16 കിടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് 29 30ന്റെ ബ്ലോക്ക് ഉണ്ടോ നോക്കട്ടെ. 29 ഇതേ കിടക്കുന്ന 29 30 കണ്ടാ. അപ്പൊ ആ കറക്റ്റ് ആ ഒരു സാധനം വന്ന പാടെ ഇതെല്ലാ എല്ലാ ബ്ലോക്കിലും കറക്റ്റ് ആയിട്ട് വന്നുണ്ട്. 16ന്റെ ഒരു കോളത്തിൽ വന്നതിന് ശേഷം കണ്ട 29 30 വന്നു, 28 90 വന്നു, 29 10 വന്നു. നമ്മളത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വരല് കഴിഞ്ഞു. കാരണം നമ്മൾ റിസൾട്ട് 19ത്തെ റിസൾട്ട് മകത്ത് നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ട്രിക്കുള്ള പിറ്റേ ദിവസം തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി അടുത്തത് 29 50ന്റെ ബ്ലോക്കാണ്. എല്ലാത്തിലും വന്നു കഴിഞ്ഞു. 29 50ന്റെ ബ്ലോക്ക് 29 50ന്റെ മാത്രം വന്നിട്ടില്ല. അപ്പൊ അത് എനിക്കൊന്ന് മുന്നേ വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു നമ്പർ തന്നെയാണ് 29 50ന്റെ ബ്ലോക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ബ്ലോക്കും അതെ 29 52 ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പിന്നൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കി നോക്കും. നിങ്ങൾക്ക് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ഏത് ബ്ലോക്കിലാണെന്നുള്ളത്, ഏത് കോളത്തിലാണെന്നുള്ളത്. കാരണം നമ്മൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ എത്രയോ കണ്ട 1 2 3 4 5 6 7 ഇത്രയും കോളങ്ങൾ കഴിഞ്ഞ് ഇവിടെയാണ് നമ്മൾ ചെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ വരുന്നുള്ളത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് 2 17 ഒരു 18 മനസ്സിലായി. ഈ നമ്പറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 18 കിട്ടുന്ന കോളം ഏതാണോ ആ കോളത്തിലായിരിക്കും നെക്സ്റ്റ് ബ്ലോക്കുകൾ വരിക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. 7 3 10 18 ഈ ഒരു കോളത്തിൽ 38 പൂജ്യത്തിന്റെ ബ്ലോക്കുകൾ. അതുപോലെ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ 38 20ന്റെ ബ്ലോക്ക് 38 40ന്റെ ബ്ലോക്ക് 38 60ന്റെ ബ്ലോക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഇതുപോലെ വന്നിട്ടുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം കണ്ട നമ്മൾ നോക്കിയപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാത്ത ബ്ലോക്കുകളൊക്കെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇതുപോലെ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഓക്കെ ബൈ ബൈ സി യു. ഒരുപാട് സമയമായി. കാരണം ഇത് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരണം തോന്നി. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഈ കോളത്തിൽ നിന്ന് അടുത്ത കോളത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക. അല്ലാത്തവർ ഇത് കണ്ടിട്ട് വെറുതെ ഓടിപ്പോയി ഫുള്ളായിട്ട് കാണാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് ലോട്ടറി എടുത്ത് വെറുതെ കാശ് കളയരുത്. അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു. അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്.